IVF ആൻഡ് നാച്ചുറൽ പ്രഗ്നൻസി എങ്ങനെ ആയാലും നമുക്ക് ഔട്ട്കം ഇസ് ഗോയിങ് ടു ബി എ ഹെൽത്തി ചൈൽഡ്. അതിൽ ഡിഫറൻസ് ഒന്നും വരത്തില്ല. ബട്ട് ദ ജേർണി ഓക്കെ IVF നമ്മൾ പോസിറ്റീവ് ആകുമ്പോഴത്തേക്കും പിന്നെ നമ്മൾ ഡെലിവറി കഴിയുന്ന വരെ ഉള്ള ജേർണി കുറച്ചും കൂടി ഡിഫിക്കൽട്ട് ആയിരിക്കും IVF പ്രഗ്നൻസിയിൽ നോർമൽ പ്രഗ്നൻസിയിലെ കാട്ടിലും. എങ്ങനെയാണ് ഈ ഡിഫറൻസ് വരുന്നതിനാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് നമ്മൾ ടെസ്റ്റ് ചെയ്തു, പോസിറ്റീവായി, β-HCG പോസിറ്റീവായി. അപ്പോൾ നമ്മൾ നോർമൽ പ്രഗ്നൻസിയിൽ പോസിറ്റീവ് ആയി കഴിഞ്ഞാൽ പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾ സ്കാൻ ചെയ്യും, അത്രയേ ഉള്ളൂ. ബട്ട് ഒരു IVF പോസിറ്റീവ് ആകുമ്പോഴത്തേക്കും ആ β-HCG കൂടുന്നുണ്ടോ, സീരിയലി ഇംപ്രൂവ് ആവുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കേണ്ടി വരും. അങ്ങനെ ഒരു ബ്ലഡ് ടെസ്റ്റ് കുറച്ചും കൂടി ഫ്രീക്വൻ്റ് ആയിട്ട് വേണ്ടി വരും. പിന്നെ അൾട്രാസൗണ്ട് നമ്മൾ ഒരു 2 വീക്സ് കഴിയുമ്പോഴത്തേക്കും നമ്മളൊന്ന് അൾട്രാസൗണ്ട് ചെയ്ത് ഇത്ര പ്രഗ്നൻസി ഉണ്ട്, ഇംപ്ലാന്റേഷൻ നടന്നിട്ടുണ്ടോ, ഹാർട്ട് ബീറ്റ് ആയിട്ടുണ്ടോ എന്നുള്ളതൊക്കെ നമ്മൾ IVF പ്രഗ്നൻസിയിൽ കുറച്ചും കൂടി ഫ്രീക്വൻ്റ് ആയിട്ട് നേരത്തെ തന്നെ ചെക്ക് ചെയ്യേണ്ടി വരും. മിസ്കാരേജ് ആവാനുള്ള ചാൻസസ് ഒക്കെ IVF പ്രഗ്നൻസിയിൽ നമ്മൾ നോർമൽ പ്രഗ്നൻസിയിൽ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും കുറച്ചും കൂടി കൂടുതലാണ്. നോർമൽ പ്രഗ്നൻസിയിലും മിസ്കാരേജസിൻ്റെ ചാൻസസ് ഉണ്ട്, ബട്ട് കമ്പാരിറ്റീവ്ലി IVF പ്രഗ്നൻസിയിൽ കുറച്ചും കൂടി കൂടുതലാണ്.